നിന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടി ആയിരിക്കണം 2024 മെയ് 5 നടക്കുന്ന നീറ്റ് എക്സാം. നമുക്കറിയാം, വർഷങ്ങളായി ഇതിനു വേണ്ടി പഠിക്കുന്നവരുണ്ടാവാം, റീസെന്റായി പ്രിപ്പയർ ചെയ്തവരുണ്ടാവാം, അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടാവാം. ഇവരെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ വരികയാണ്. ഈ കാറ്റഗറീസ് എല്ലാം ഒരുമിച്ച് വരികയാണ് മെയ് 5 നീറ്റ് എക്സാമിന്. പേടിയുണ്ടാവാം, ടെൻഷൻ ഉണ്ടാവാം, പക്ഷെ അത് സ്വാഭാവികമാണ്. പേടിക്കണ്ട. എക്സാം ഫിയർ ഇല്ലാത്ത ആരാണ് ഇവിടെ ഉള്ളത്? നിങ്ങൾ പേടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ വലിയൊരു ലക്ഷ്യമാണ്. ഇനി പുതിയ കാര്യങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കാതെ പഠിച്ച കാര്യങ്ങൾ ഫ്രീ ആയി റിലാക്സ് ചെയ്ത് കോൺഫിഡൻസോടുകൂടി റിവൈസ് ചെയ്യാൻ നോക്കുക. പല പ്രാവശ്യം നമ്മൾ വീഴുമ്പോഴാണ് നടക്കാൻ പഠിക്കുന്നത്. നമുക്കറിയാം, പരാജയങ്ങൾ ഉണ്ടാവാം, ഇത് സ്വാഭാവികമാണ്. പക്ഷെ അതിനപ്പുറം ഒരു സക്സസ് നമ്മളെ കാത്തിരിപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നീറ്റ് ഹോൾഡർ ആയില്ല എന്നുള്ള പേരിൽ നിങ്ങളുടെ MBBS സ്വപ്നം മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. MBBS വിദേശ പഠനത്തിന് ഒട്ടുമിക്ക കൺട്രീസിലും നീറ്റ് ക്വാളിഫൈഡ് ആയാൽ മതി. MBBS റിലേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഞാൻ നിങ്ങളെ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു പ്രസിദ്ധമായ ഒരു കോട്ടുണ്ട്, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ എ സ്ലീപ്. താങ്ക് യു. ഹാവ് എ നൈസ്